ഇവിടെയും ഇന്ന് കഥകളി കേരളത്തിന്റെ തനതായ നമ്മുടെ വീണ്ടും മുന്നേറുകയാണ് തിരുവമ്പാടി 15-10. തിരുവമ്പാടി ഇപ്പൊ എല്ലാം പുതിയ ഇപ്പോഴാണ് അതിന്റെ കാഴ്ച. മനോഹരമായ കാഴ്ച അനുഭവമാണ് അത്. വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയുടെ പശ്ചാത്തലത്തിൽ അത് കാണുകയും ഇത്ര 10,000-കണക്കിന് മൊബൈൽ ഫോണുകളുടെ വെളിച്ചവും കൂടി നിർത്തുമ്പോൾ മനോഹരമായ ഫ്രെയിം, പെർഫെക്റ്റ് ഫ്രെയിമാണത്. ഒരു തരത്തിലും നമുക്ക് എങ്ങനെയാണ് ഇത് വിശദീകരിക്കുന്നത്? വാക്കുകൾ കൊണ്ടൊന്നും പറയണ്ട. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അതിന്റെ മുഴുവൻ സൗന്ദര്യവും അതിന്റെ മുഴുവൻ ചാരുതയും ലൈറ്റ് അടിച്ച് കാണിക്കുമ്പോൾ ഒരു രൂപം, അല്ലാത്തപ്പോൾ വേറൊരു രൂപം. അത് നമ്മൾ പാറമേക്കാവിലെ മനോഹരമായതാണ് മറ്റേ കഥകളി രൂപമാണ്. കഴിഞ്ഞ തവണയും എനിക്ക് തോന്നുന്നു തിരുവമ്പാടിയോ പാറമേക്കാവോ കഥകളി അവരുടെ കുടകളിൽ ആലേഖനം ചെയ്ത് അവതരിപ്പിച്ചിരുന്നു. അന്നും വളരെ മനോഹരമായിരുന്നു. കഥകളി രൂപം അത് എവിടെ അവതരിപ്പിച്ചാലും അതിനൊരു മനോഹാരിത ഉണ്ടല്ലോ, അതിന്റെ നിറക്കൂട്ടിലും. ഓർക്കുന്നതേ, നേരത്തെ ഞങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന 90-കളിലൊക്കെ രാത്രി 6 മണി കഴിഞ്ഞാൽ കുടമാറ്റം കഴിഞ്ഞിരിക്കും, ഈ ലൈറ്റ് ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള രൂപങ്ങളൊന്നും വരാറില്ല. LED ലൈറ്റിലുള്ള പല വർണ്ണങ്ങളിലുള്ള തൃശ്ശൂർ പൂരം ഒരുപാട് അതിന്റെ കുടമാറ്റം സാങ്കേതിക വിദ്യയോടൊപ്പം ഒരുപാട് വളർന്നിരിക്കുന്നു. ഞാനൊരു തമാശ പറയട്ടെ, 1970-ലെ കാര്യമല്ലേ ജെയിംസ് സാർ പറയുന്നത്? 70 അങ്ങനെ പറയില്ലേ, ഞാൻ 90-2000-ലെ കാര്യം പറയുന്നത്. എന്നെ പ്രായം കൂട്ടി കാണിക്കാനുള്ള പരിപാടിയാണ്. ഫൈനൽ സ്കോർ ഇപ്പൊ 15 തിരുവമ്പാടി, 10 പാറമേക്കാവ്. അപ്പം തിരുവമ്പാടി 5 പോയിന്റിന് മുന്നിലാണല്ലേ? 5 പോയിന്റിന് മുന്നിലാണ്. ഇനി തിരിച്ചു പിടിക്കുക അത്ര എളുപ്പമായിരിക്കില്ല, എന്നാലും നോക്കാം. അതായത് 7:21 ആകുന്നു. 1 മണിക്കൂറും 20 മിനിറ്റും കഴിഞ്ഞു. നമ്മൾ ആ പറയുന്ന കുടമാറ്റത്തിന്റെ 1 മണിക്കൂർ കൊണ്ട് തീർക്കുന്ന പറഞ്ഞിരുന്നത്. നീണ്ടുപോവുകയാണ്. ഇത് മിക്കവാറും 7:30 കഴിയാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ജെയിംസ് സാറ് ഇത്തവണത്തെ കുടമാറ്റം നമ്മളുടെ കുടമാറ്റങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. അത് കുടമാറ്റങ്ങളുടെ അതെ കുടമാറ്റങ്ങളുടെ കുടമാറിയ ഒരു കാലം, ഒരു പൂരക്കാലമാണിത്. അത് ഇത്ര നേരം സ്പെഷ്യൽ കുടകളായിരുന്നു, ഇപ്പോഴാണ് സാധാ കുടകൾ വന്നു. അതായത് തീർന്നു എന്നാണോ അതിന്റെ അർത്ഥം? ഈ വെള്ളക്കുട കാണിക്കുമ്പോ സാധാരണ ഈ വെള്ള ഇത് കാണിക്കുന്നത് അത് തീർന്നു എന്നുള്ള സൂചനയാണോ എന്ന് സംശയം. തിരുവമ്പാടിയുടെ പക്കൽ വീണ്ടും എന്തൊക്കെയോ കുടകൾ ഉള്ളതായി പുറകിലെ തിരുവമ്പാടി ഇത്തവണ തീരുമാനിച്ചോർച്ച് വന്നിരിക്കുക. കഴിഞ്ഞ തവണ 1 പോയിന്റിനാണ് ജയിച്ചത് തിരുവമ്പാടി. പക്ഷെ ഇത്തവണ അവര് തീരുമാനിച്ചോർച്ച് വന്നിരിക്കുകയാണ്. വളരെ എളുപ്പമല്ല ഇനി അവരെ പിടിക്കാൻ, കാരണം എല്ലാം സ്പെഷ്യൽ കുടകളാണ്. ചില പ്രേക്ഷകർ പറയായിരുന്നു 7:30 നിർത്തിയിരുന്ന നല്ലായിരുന്നു, ഇത് നിർത്തിയിട്ട് അടുത്ത പരിപാടിക്ക് പോകണം, ഇതിന് മുന്നിൽ എഴുന്നേറ്റ് പോകാനും തോന്നുന്നില്ലെന്ന്. ഒരു വർഷം കഴിയണം, കാത്തിരിക്കണം നമ്മൾക്ക് ഈ പൂരം, ഈ മത്സരത്തിൽ വിജയിക്കുന്നതെന്ന് അറിഞ്ഞിട്ടേ പോകാവൂ. ഇതിങ്ങനെയൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞവിടെ ഇങ്ങനെയായിരുന്നു. 3 പോയിന്റിന് പാറമേക്കാവ് ലീഡ് ചെയ്യുമ്പോഴാണ് അവസാനം 4-5 കുടകൾ ഉയർത്തി തിരുവമ്പാടി തിരിച്ചു പിടിച്ചത്. അതുപോലെ നമ്മൾ ഒരു അത്ഭുതം ചിലപ്പോൾ കാണിക്കാനായിട്ട് ഇരിക്കുകയായിരിക്കും പാറമേക്കാവ്. അതുകൊണ്ട് നിങ്ങള് ജെയിംസ് സാർ പറഞ്ഞതേ ഉള്ളൂ, പാറമേക്കാവ് ഞാൻ പറഞ്ഞില്ലേ, വരുന്നു മനോഹരമായിട്ടുള്ളതായിട്ട് പാറമേക്കാവ് വരുന്നു. കാവടിയാണ്, വർണ്ണക്കാവടി, പൂക്കാവടി, നിലക്കാവടി എന്നൊക്കെ പറയുന്ന കാവടിയാട്ടം. ഞങ്ങള് തൃശ്ശൂര് സുബ്രഹ്മണ്യന്റെ ക്ഷേത്രങ്ങളിലാണ് കൂടുതൽ കാവടിയാടുന്നത്. പാറമേക്കാവിന്റെ ഒരു അതിമനോഹരമായ പാറമേക്കാവിന് 1 പോയിന്റ് കൂടി 15-11. പാറമേക്കാവ് 11, തിരുവമ്പാടി 15. തിരുവമ്പാടി അവരുടെ ലീഡ് നിലനിൽക്കുകയാണ്. മനോഹരമായ അത് ജെയിംസ് സാർ ഇപ്പൊ സ്കോർ എന്ന് പറഞ്ഞേ. തിരുവമ്പാടി 15, പാറമേക്കാവ് 11. അപ്പൊ തിരുവമ്പാടി 15, പാറമേക്കാവ് 11. അവര് തമ്മിലുള്ള ആരോഗ്യകരമായ മത്സരം നടക്കട്ടെ. പക്ഷെ ഒരു മത്സരവുമില്ലാതെ നമ്മൾ യൂട്യൂബില് 45,970 പ്രിയപ്പെട്ട സ്നേഹനിധികളായ പ്രേക്ഷകർ നമ്മളുടെ കൂടെ ഉണ്ട്. ലോകമെമ്പാടുന്നുള്ള പ്രേക്ഷകരെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. ബിഗ് സല്യൂട്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിരുന്ന് ഈ മനോഹരമായ നമ്മുടെ അത്ഭുതം, ഈ ദൃശ്യാത്ഭുതം കാണാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഊർജം, ഞങ്ങളുടെ സന്തോഷം. ആ സ്നേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ നല്ല സമയത്ത് നന്ദി പറയുകയാണ്. വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിലെ അതിമനോഹരമായ കാഴ്ച, പറഞ്ഞാലും തീരാത്ത അത്ഭുതമുള്ള പൂരപ്പറമ്പ്, അതിലെ കുടമാറ്റത്തിന്റെ അതിമനോഹരമായ കാഴ്ചകൾ, അത്
അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. എന്തായാലും 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 19 സെക്കൻഡും ആകുമ്പോഴും തിരുവമ്പാടിയും പാറമേക്കാവും ഇനി എന്തൊക്കെ അത്ഭുതം കാത്തുവെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. പാറമേക്കാവ് നിലക്കാവടിയും പൂക്കാവടിയും ഒക്കെ ഉയർത്തി നമ്മളെ അത്ഭുത പരതന്ത്രരാക്കിയിരിക്കുകയാണ്. ആ കാഴ്ചയാണ് ആ പാറമേക്കാവിലിന്റെ അവിടെ നിന്ന് നമ്മൾ കാണുന്നത്. ഇനിയും തിരുവമ്പാടി എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് അറിയേണ്ടത്. ഇനി അധിക സമയം നീണ്ടു നിൽക്കില്ല. 15-11 നിൽക്കുകയാണ്. പിടിക്കണമെങ്കിൽ ഇപ്പൊ പിടിച്ചോ. അതെ, തിരുവമ്പാടി എന്തോ കൊണ്ടുവരുന്നുണ്ട്. ഇനി കൊണ്ടുവന്നാൽ പിന്നെ നോക്കണ്ട, അല്ലെങ്കിൽ അടുത്തൊരു 4 എണ്ണം കയറ്റിയാൽ ഒപ്പത്തിനൊപ്പം എത്താം പാറമേക്കാവിന്. തിരുവമ്പാടി മുന്നിട്ട് നിൽക്കുകയാണ്. 15-11 15-11. ദാ വരുന്നു തിരുവമ്പാടി തവണ തീരുമാനിച്ചുറച്ചാണ് വിജയ. തിരുവമ്പാടി ഉറച്ചാണ്. അത് ഡമരു ശിവന്റെ കയ്യിലുള്ള ഡമരു. അതില് ശിവന്റെ കൈയും ഡമരുവും സർപ്പവും മാത്രമേ ഉള്ളൂ, രുദ്രാക്ഷവും മാത്രമേ ഉള്ളൂ. അപ്പൊ 16-11 തിരുവമ്പാടി വീണ്ടും മുന്നേറിയിരിക്കുകയാണ്. ശിവതാണ്ഡവം ജെയിംസ് സാർ കേട്ടിട്ടില്ലേ? ശിവതാണ്ഡവം. ആ താണ്ഡവ നൃത്തത്തിന്റെ സമയത്ത് ശിവൻ ഈ ഡമരു ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും. പ്രത്യേകിച്ച് താങ്കൾ ഒരു താളമേളക്കാരനായതുകൊണ്ട് താങ്കൾക്ക് പെട്ടെന്ന് പിടികിട്ടും.